ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയുമാണ്. പിന്നെ ഗോതമ്പ് അരി ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരാൾക്ക് കഴിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. മുട്ട പൊരിക്കാനുള്ളതാണ്, അത് ഇത്തിരി സോഫ്റ്റ് ആകാനാണ് പാല് ചേർത്തത്. പിന്നെ മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കുക. കുറച്ച് മിൻറ്റ് ലീവ്സ് പൊടിയായി അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ കുറച്ച് ഹെൽത്തിയും ആകും, മുട്ടയുടെ ഉളച്ചവ മാറുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവുകയും വേണം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് റബ് ചെയ്യുക. നന്നായി മീഡിയം ഹീറ്റിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. മറ്റേ സൈഡും ഇതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മറ്റേ സൈഡും പാകമായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി മുട്ട പൊരിച്ച സെയിം പാൻ തന്നെ ഒന്ന് ചൂടാക്കിയിട്ടതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. നേരത്തെ ചേർത്ത ഓയിൽ ഏതാണോ അത് തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ചേർക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിലാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്തതിന് ശേഷം കട്ട് ചെയ്ത എഗ്ഗ് ഫ്രൈ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് ഒന്ന് ഈ തക്കാളിയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റണം. 3 മിനിറ്റിന് ശേഷം കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ തൂകിയതിന് ശേഷം നമുക്കിതൊന്നുകൂടി മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അരിയാഹാരവും ഗോതമ്പാഹാരമൊക്കെ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.